ഞാൻ ഇന്ന് ദുബായിലെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ മുന്നിലാണ്. ഇന്നത്തെ ഒരു പ്രോഗ്രാം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കേരളത്തിലെ പഠനം കഴിഞ്ഞ് ഡൽഹിയിൽ പോയ ഡൽഹിയിൽ നിന്നും പിന്നെ ദുബായിലേക്കാണ് വരുന്നത്. ഇവിടെയും ധാരാളം ഒരു മൊബൈൽ ഫോൺ സർവീസ് സെൻറ്റർ തുടങ്ങാൻ വേണ്ട എല്ലാ ടൂൾസുകളും സ്വന്തം ബ്രാൻഡിലും അല്ലാത്തവരും നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. പല രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നതും ഇവിടെ നിന്നാണ്. ഇത് സൗദി അറേബ്യക്ക് അല്ലേ? ഇറാനിക്ക് ഇതാ പോകണു. എല്ലാ കസ്റ്റമറും ഉണ്ടല്ലേ? ഓക്കെ. അവർക്ക് വേണ്ട ടൂൾസ്, സ്പെയർ പാർട്സ് മുഴുവനും A to Z വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറയും. ഒരു സ്മാർട്ട് ഫോണിന് വേണ്ട എല്ലാ ഉപകരണങ്ങളും ഇവിടെ തന്നെ ഒറ്റ ഷോപ്പിൽ വന്നാൽ കിട്ടും, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും. പിന്നെ സ്പെയർ പാർട്സ് ഏത് വേണമെങ്കിലും ഇന്ന് ലഭ്യമായ മിക്ക മൊബൈൽ ഫോണിൻ്റെ സ്പെയർ പാർട്സുകൾ ഇവിടെ റെഡിയാണ്. എല്ലാ ICകളും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും തരുന്നുണ്ട്. ഒത്തിരി മലയാളികൾ ഇവിടെ വന്നിട്ട് UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് സ്പെയർ പാർട്സുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കൽ ഡീൽ ചെയ്താൽ പിന്നെ കുരിയറായിട്ട് അയച്ചു കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബ്രിഡ്കോയുടെ ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷൻ എന്തൊക്കെയെന്ന് നോക്കാം. ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ചൈനയിലെ വ്യത്യസ്ത കമ്പനിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഈ UAEയിലും മറ്റു രാജ്യങ്ങളിലും ഓതറൈസ്ഡ് ഏജൻസിയാക്കിയ സർട്ടിഫിക്കേഷനാണിത്. ഇപ്പോൾ OCA മാസ്റ്റർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ UAE നമ്മൾ ബ്രിഡ്കോ മാത്രം ചെയ്യുന്ന അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണിത്. അങ്ങനെ വ്യത്യസ്ത സർട്ടിഫിക്കറ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറുമായി എന്ത് അപ്ഡേഷൻ വന്നാലും ഈ കമ്പനി ഇവരെ അറിയിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ധാരാളം സർട്ടിഫിക്കറ്റുകളുണ്ട്. ചില പ്രോഡക്റ്റൊക്കെ ഇന്ത്യയും UAEയും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോനെ ചെയ്യുന്നത്. ചിലത് UAE മാത്രമുണ്ട്, ഇന്ത്യ മാത്രം ഉള്ളതുണ്ട്. ഇനി ഇവിടുത്തെ സർവീസ് സെൻ്ററിലൊന്ന് പോയി നോക്കാം. ഐഫോൺ ഏറ്റവും ഡീപ്പ് ലെവൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു സെക്ഷനിലാണ്. ഇപ്പൊ ഈ സെക്ഷന് ഇത് മുഴുവൻ ഐഫോണിന്റെ. ഓക്കെ. അപ്പൊ ഈ ഒരു റോ അവിടെ എത്ര പേര് ഇവിടെ? മൂന്നാണ്. ഐഫോണിന്റെ മാത്രം സെക്ഷൻ. അപ്പൊ മറ്റു ഷോപ്പുകാർ ഇവിടെ സാധനം തരുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മള് സ്റ്റുഡൻസ് എവിടെയെങ്കിലും സർവീസ് സെന്റർ തുടങ്ങിയാലും അവർക്ക് പറ്റാത്ത ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഐപാഡുകൾ മാത്രം. ഐപാഡുകൾ, ആപ്പിൾ വാച്ചുകൾ, അതായത് ആപ്പിൾ വാച്ച് ഇവരാണ് ഈ സെക്ഷനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് സീരീസ് എല്ലാ ഐപാഡുകളും ഐപാഡും ഐവാച്ചും പിന്നെ ആ ഇയർ സെറ്റ് അതെല്ലാം ഈ സെക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതായിരിക്കുന്നത് മറ്റാ ഏറ്റവും വില കൂടിയ സ്ക്രൂഡ്രൈവർ. ഓക്കെ ഓക്കെ. എന്താ മറ്റുള്ള ഒരു സ്ക്രൂഡ്രൈവർ ഇതും തമ്മിൽ നിങ്ങൾക്ക് ഒരു എന്താ ഫീൽ ചെയ്തത്? ഇത് യൂസ് ചെയ്യാൻ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി. ഹൈറ്റ് കമ്മിയായി. ഓക്കെ. പിന്നെ അതിന്റെ ബാക്ക് എൻഡ് ഇങ്ങനെ ഇളകും തിരിയുന്നുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഗുണം അത് നമുക്ക് തിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമാവും. ഹെഡ് മാത്രം പിടിച്ച് തിരിക്കണേക്കാളും കുറച്ചുകൂടി എളുപ്പമാവും. കുറച്ചും കൂടി കൂടുതൽ ഏരിയ ഉണ്ടാകുമ്പോൾ. പിന്നെ 3D പ്രിന്റിലാണ് വരുന്നത്. ഈ 3D പ്രിന്റ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താ? നോർമൽ സ്ക്രൂ ഡ്രൈവർ വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ത്രെഡ് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. 3D പറയുമ്പോൾ ഉള്ളിൽ മാത്രം അതിന്റെ കറക്റ്റ് പോയിന്റിംഗ് ആയിരിക്കും. ഫോണിന്റെ സ്ക്രൂ ഒരിക്കലും ഡാമേജ് ആവാതെ നല്ല രീതിക്ക് അയക്കണം അല്ലേ? ഈ സ്ക്രൂ ഡ്രൈവർ ഡാമേജ് ആയാലും ഒരിക്കലും സ്ക്രൂ ഡാമേജ് ആവില്ല. കറക്റ്റ് പോയിന്റിംഗ് ആയിരിക്കും. കാരണം എപ്പോഴും അയച്ചു വെക്കുന്ന ആണല്ലോ. ഇടക്കിടക്ക് അയക്കേണ്ടി വന്നാൽ സ്ക്രൂ കേട് വരില്ല. സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡിന്റെ ആൾക്കാർ ഏത് സെക്ഷനാ വരുന്നത്? ഇവിടെയാ? സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ഇവിടെയാണ്. ഈ രണ്ട് കൗണ്ടർ. അപ്പോൾ അവർ ആപ്പിൾ വാച്ച് ചെയ്യുന്നതിന്റെ ഓരോ സാധനങ്ങളാണ് അതിൽ. പിന്നെ അതേപോലെ തന്നെ ഒരുവിധ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയറിന്റെ എല്ലാ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടുന്ന്. ഓക്കെ. ഇവരെന്താ ഈ ഏരിയ ഇവിടെ അവിടെ വരെ സ്പീഡ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമറുള്ള പെട്ടെന്ന് നിർത്തിയിട്ട് തന്നെ IC ലെവൽ വർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരിക. IC ലെവലിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ. അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേകൾ, അതേപോലെ ചാർജിങ്. ഈ നാലാൾക്കാർ ഒന്നിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് ഐഫോണിന് ആൻഡ്രോയിഡ് ഡീപ്പ് ലെവൽ ചെയ്യുന്നവരാണ്. ആൻഡ്രോയിഡ് ഏറ്റവും ഡീപ്പ് ലെവൽ ചെയ്യുന്നത് ഐഫോണിന്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഏറ്റവും ഡീപ്പ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇയാളെന്താ ഇയാളെ പേര് എന്ത് ചെയ്യുന്നു? ചെയ്യണം അല്ലേ? കോട്ടക്കൽ അല്ലെങ്കിൽ കേരളത്തിൽ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വന്ന് പഠിച്ച് നേരെ പിന്നെ പോകുന്നത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി ഓൺ ജോബ് ട്രെയിനിങ്ങിന് ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്നും കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് വിവിധ സർവീസ് സെന്ററുകളിൽ പോയി 1 കൊല്ലോ 2 കൊല്ലോ അല്ലെങ്കിൽ ഒരു 3 കൊല്ലോ അവൻ ജോലി ചെയ്ത ആ പരിചയവുമായി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായി പിന്നെ വരുന്നതാണ് ഈ ദുബായിലേക്ക്. ഇങ്ങോട്ട് വരണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ആവാം ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇവർക്ക് വേണ്ട പ്ലേസ്മെന്റ് റെഡിയാക്കി കൊടുക്കും, ഇന്റർവ്യൂവിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുക്കും. വന്ന് തൽക്കാലം താമസിക്കാനുള്ള ഒരു താമസ സ്ഥലം അക്കോമഡേഷൻ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവർ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് ജോലി ചെയ്യാം. അവരുടെ ശമ്പളം നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഇങ്ങനെ അവർ ഇവിടെ നിന്ന് ഒരു 3-4 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ തന്നെ ഒരു നല്ലൊരു സർവീസ് സെന്റർ സ്വന്തമായി ആരംഭിക്കാം. ഇല്ലെങ്കിൽ പാർട്ണർഷിപ്പോട് കൂടി അവരുടെ റിലേറ്റീവിന്റെ കൂടെ നിന്നിട്ടോ നമുക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങുന്ന ഒരു എന്റർപ്രനർ, ഒരു സംരംഭകനെ വാർത്തെടുക്കുന്ന ഒരു പാക്കേജാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. അതിനുവേണ്ടി കേരളത്തിലുടനീളമുള്ള 13ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട്. പഠിക്കുന്നവർക്കൊക്കെ ജോലി നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം എന്ന പേരിലാണ് 1998 ആരംഭിച്ച ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ന് ലോകത്ത് ആദ്യമായി പഠന സിലബസ് പോലും AR and VR എന്ന ടെക്നോളജിയിലേക്ക് മാറ്റി ധാരാളം കുട്ടികൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് കോഴ്സ് അഡ്മിഷനെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാനൊരു നമ്പർ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ വിളിക്കാം. ഡീറ്റെയിൽ ഒക്കെ അവർ പറഞ്ഞു തരും. എവിടെ പോയാലും നിങ്ങൾക്ക് താമസം അറേഞ്ച് ചെയ്ത് തരും. ഡൽഹിയിലാവട്ടെ, ദുബായിൽ വരുന്നതാവട്ടെ, നമ്മുടെ ഏത് പാക്കേജിൽ വന്നാലും അവിടെയൊക്കെ താമസ സൗകര്യത്തോടു കൂടി സ്വന്തമായി യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസും കിട്ടുന്ന ഒരു തരം പാക്കേജാണിത്. നമുക്കറിയാം, പ്രവാസികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരുപാട് പ്രയാസം ഉണ്ടാകും പ്രവാസികൾക്ക്. ഇന്ന് ഞാനിപ്പോൾ ഒരുപാട് മലയാളികളെ ഇവിടെ കണ്ടുമുട്ടി. എത്രയോ ആളുകൾ തൊഴിലില്ലാതെ നടക്കുകയാണ്. കാരണം അവർക്കൊരു കഴുത്തൊഴിൽ അറിയില്ല. വെറുതെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് ഇങ്ങോട്ട് കയറും, എന്നിട്ട് ഇവിടെ ഇങ്ങനെ തൊഴിൽ അന്വേഷിക്കും. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം ഓരോ ദിവസം 3-4 പേരാണ് ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് മലയാളികൾ ഇവിടെ വരുന്നത്. എന്നാൽ ഒരു ടെക്നിക്കൽ കഴുത്തൊഴിൽ പഠിച്ചൊരു കുട്ടി ഒരിക്കലും അങ്ങനെ അന്വേഷിച്ച് അലയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് തന്നെ ആവശ്യമുണ്ട് ധാരാളം നല്ല എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന്മാരെ. നമ്മുടെ ഓരോ നെറ്റ്വർക്ക് ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ടെക്നീഷ്യൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ താല്പര്യമുള്ളവർ, ഒരു ബിസിനസ് ആവട്ടെ, ടെക്നീഷ്യൻ ആവട്ടെ, സർവീസ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ട്രേഡിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആവട്ടെ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ട നല്ലൊരു ട്രെയിനിങ് പാക്കേജ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ താഴെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കാം.